ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോയും കൂടി ചെയ്യണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. അങ്ങനെ നമ്മുടെ അലീനയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കും. അത്രയും സേഫ് ആയ ഒരു സ്ഥലമാണെന്ന് നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞു. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നില്ല അത് തന്റെ അച്ഛന്റെ അടുത്താണ് എന്ന്. കാരണം നമ്മുടെ സ്റ്റാൻലിയുടെ തീരുമാനം എന്താണെന്ന് അറിയില്ലല്ലോ. സ്റ്റാൻലി അലീനെ അവിടെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ടൊന്നും ഇരിക്കുകയല്ല. അത് ഏകദേശം ബാലചന്ദ്രൻ അറിയാം. പുള്ളിക്കാരുടെ സംസാരത്തിൽ നിന്നും വലിയ ഇഷ്ടമൊന്നും അല്ല നമ്മുടെ അലീനയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതോ, അല്ലെങ്കിൽ പിന്നെ എന്താ തന്റെ പഴയ കാമുകിക്കുണ്ടായ മകളാണ്, അതിയായ ആഗ്രഹം കാണാൻ, അങ്ങനെയൊന്നും അയാൾ പ്രകടിപ്പിച്ചില്ലാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുന്നത് കൊണ്ട് പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ അലീന പറഞ്ഞു, അച്ഛൻ കൊണ്ടാക്കുന്ന സ്ഥലം അതെവിടെയാണോ അത് സേഫ് ആണെന്ന് എനിക്ക് അറിയാം. പിന്നെ അവർക്ക് ഇഷ്ടമില്ലാതെ എന്നെ അങ്ങോട്ടേക്ക് വിടാൻ നോക്കരുത്. ഇനിയിപ്പൊ അച്ഛന് നിർബന്ധിച്ച് അവിടെ വേലക്കാരെ ആവശ്യമില്ലാഞ്ഞിട്ട് നിർബന്ധിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോവേണ്ടി വരില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നിർബന്ധിച്ചൊന്നും വിടില്ല അലീന. ഏതായാലും നിനക്ക് പറ്റിയ സ്ഥലമാണ്, നിനക്ക് സേഫ് ആണ്, നീ എത്തേണ്ട സ്ഥലമാണ്, അതുമാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാന് ഈ കാര്യം ഇവിടെ എല്ലാരോടും പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും എല്ലാവർക്കും വിഷമമുണ്ട്. ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനുമാണ് ഭയങ്കര വിഷമം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് പറഞ്ഞപ്പം അവർക്ക് മാത്രമല്ലല്ലോ, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമല്ലേ. എനിക്കും സത്യം പറഞ്ഞാൽ നിന്നെ ഇവിടുന്ന് വിടാൻ മനസ്സുണ്ടായിട്ടല്ല ലീന, നിന്നെ എനിക്ക് ഇവിടുന്ന് വിടാൻ മനസ്സില്ല. പക്ഷെ നീ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്നതിലെ ഒരു പരിധിയില്ലേ. അതും ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് പറത്തു വിടുക, ഇഷ്ടമില്ലെങ്കിൽ അങ്ങ് പിടിച്ചു നിർത്തേണ്ട കാര്യമില്ലല്ലോ, പറത്തി വിടുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് നിർത്തിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ അച്ഛൻ ഞാൻ എന്താ അച്ഛനോട് പറയേണ്ടത്? ഇതിൽ ഞാൻ എന്ത് മറുപടി അച്ഛനോട് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അതിപ്പം കാരണവും കാര്യവും സഹിതം എനിക്ക് അച്ഛന്റെ മുമ്പിൽ ബോധിപ്പിക്കാം. പക്ഷെ അത് ഞാൻ ബോധിപ്പിച്ചാലും അച്ഛൻ അതൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പം ഈ അച്ഛനൊന്നും മനസ്സിലാവത്തില്ലല്ലോ അലീന. ഈ അച്ഛൻ എന്താല്ലേ അല്ലേലും മനസ്സിലാവാന്നത്? ഈ അച്ഛനെ എല്ലാവരും പൊട്ടം കളിപ്പിക്കുകയല്ലായിരുന്നോ, ചതിക്കുകയല്ലായിരുന്നോ, വഞ്ചിക്കുകയല്ലായിരുന്നോ? ഇപ്പൊ അതിന്റെ കൂടെ നീയും അച്ഛൻ ഞാൻ ചതിക്കും, വഞ്ചിക്കും, അച്ഛന് ഞാൻ പൊട്ടം കളിപ്പിക്കുന്നൊക്കെയാണോ അപ്പൊ അച്ഛൻ പറഞ്ഞു വരുന്നത്? പിന്നല്ലാതെ. അല്ല, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് എന്റെ സമാധാനം നഷ്ടമാവൂല്ലോ. എന്റെ സമാധാനത്തിനുപരി നിനക്ക് ജന്മം തന്ന ആ സ്ത്രീയുടെ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തു എന്ന് പറയുമ്പം അച്ഛൻ ഇനി അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയല്ലേ. കാരണം ഞാൻ പോകാൻ തീരുമാനിച്ചത് തന്നെയാ. അതിനിയിപ്പം എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവുക തന്നെ ചെയ്യും. ഞാൻ ഇവിടെ വന്നത് എന്തിനാ? ഞാൻ എൻ്റെ അമ്മയെ ഒരു നോക്ക് കാണണം, അതുപോലെ എൻ്റെ അമ്മയുടെ അടുത്ത് ഇരിക്കണം, അമ്മ എന്നോട് സംസാരിക്കണം, അമ്മയുടെ ആ ഒരു കരങ്ങളിലെ കൈകള് അതെന്നെ പുണരണം. ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നിട്ട് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് സ്നേഹനിധിയായ ഒരച്ഛനെ കിട്ടിയില്ലേ, പിന്നെ എൻ്റെ സഹോദരങ്ങളെ കിട്ടിയില്ലേ, മനുവേട്ടനെ കിട്ടിയില്ലേ, അതുപോലെ തന്നെ എത്രയെത്ര പേര്, മുത്തശ്ശി, അതൊക്കെ മതി, അതൊക്കെ മാത്രം മതി. ഇനിയിപ്പൊ എന്റെ ഓർമ്മയില് വന്നതുകൊണ്ട് ആ ഒരു ഉപകാരങ്ങളൊക്കെ ഉണ്ടായല്ലോ, അത് മാത്രം മതി അച്ഛാ. ഏതായാലും അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളും സുഖമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാ ഞാന്. പിന്നെ അച്ഛന്റെ ഇഷ്ടം എന്താണോ അച്ഛൻ അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന ആ കോഫി ആയിട്ട് തിരിഞ്ഞങ്ങ് പോവുകയാണ് കേട്ടോ. കോഫി എടുത്തോണ്ട് താഴേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനു ഫോൺ വിളിക്കുകയാണ്. അലീനയെ ഫോൺ വിളിച്ചു. എന്നിട്ട് അലീന എന്നെ അടുക്കാന്നൊക്കെ ചോദിച്ചു. അല്ല, ബാലേട്ടനല്ല, സോറി, അങ്കിള് പോയിട്ട് വന്നോ? അങ്കിൾ എവിടെയാ പോയത്? എന്തിനാ പോയത്? നിങ്ങൾ എപ്പോഴാ ഇവിടെ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. രേവതിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് എപ്പോഴാ എത്തിയത്, അങ്കിൾ എപ്പോഴാ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അലീന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനുവിനോട് പറഞ്ഞു. പിന്നെ അച്ഛൻ പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല മനുവേട്ടാ, എനിക്കൊരു ജോലി സെറ്റാക്കാൻ വേണ്ടി അച്ഛൻ ഇവിടുന്ന് പോയത്. അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച തന്നെ എനിക്ക് ഇവിടുന്ന് പോകാം. ചിലപ്പോൾ ഞാൻ 2-3 ദിവസം കൂടെ കാണത്തുള്ളൂ. അപ്പൊ അതിനുള്ളിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ മനു ചോദിച്ചു, അല്ല നീ ഉറപ്പിച്ചോ ഇവിടുന്ന് പോകുവാന്ന്? അപ്പൊ പോകുക തന്നെയാണോ എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ ഞാൻ ഇനി എന്തിനാ മനുവേട്ട ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞായിരുന്നില്ല നേരത്തെയൊക്കെ, ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഞാൻ പോവാ. ഞാൻ കാരണവും വേണ്ട ഒരു പ്രശ്നം ഇനി ഉണ്ടാകരുത്. എനിക്കിത് ഇഷ്ടമില്ലാത്ത കാര്യാ. ഞാൻ വന്ന് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായില്ലേ, അത് നീ കാരണം ഇത്ര പ്രശ്നം ഉണ്ടായതെന്ന് ആരാ പറഞ്ഞത്? നീ ഇനി ഇവിടുന്ന് പോയാലും പ്രശ്നങ്ങൾ ഇതിൽ രൂക്ഷമാവുകയുള്ളൂ എന്ന്
ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാ അലീന നീ ഇവിടെ നിന്ന് പോകുന്നത് എന്ന് ചോദിച്ചപ്പം എനിക്ക് പോയേ പറ്റൂ, എനിക്ക് പോകണം. മനുവേട്ടൻ എത്ര നിർബന്ധിച്ചാലും, അച്ഛൻ എത്ര നിർബന്ധിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോയിരിക്കും. എനിക്കിപ്പം കിട്ടിയേക്കുന്ന ജോലി അത് കുഴപ്പമില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ പോകുന്നത്. ഇത് വലിയ വീടാന്നൊക്കെയാ പറഞ്ഞത്. അവിടെ ഒത്തിരി ജോലിക്കാരൊക്കെ ഉണ്ട്. എന്താണെങ്കിലും പണിയെടുത്ത് ജീവിക്കാനല്ലേ നമ്മളൊക്കെ ഈ ലോകത്തിലേക്ക് വന്നത്. അതുപോലൊരു പണിയെ എനിക്ക് പിന്നെ ഏത് പണിയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജീവിക്കും. എനിക്ക് എന്താ ഇടാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ആഹാരവും ഒക്കെ മാത്രം മതി. ബാക്കിയുള്ളത് അനാഥാലയങ്ങൾക്കും അതുപോലെ രോഗികൾക്കും ഒക്കെ ആയിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തെങ്കിലും ജോലി എനിക്ക് മതിയല്ലോ. അപ്പൊ ഞാൻ ആ ഒരു ഇതൊക്കെ ആയിട്ട് അങ്ങ് നടന്നോളാം. അനാഥയായിട്ട് ജനിച്ച ഞാന്, ജീവിച്ച ഞാന് ഇനിയിപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് പോവുക, നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞ വിഷമമൊക്കെ തന്നെയാ. കാരണം എന്തോ വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത് വന്നതുപോലെ ആയിരുന്നല്ലോ മനുവേട്ട. എന്നാലും എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പം നീ ഇപ്പം എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുവാ അലീന എന്ന് പറഞ്ഞപ്പം അതൊക്കെ മനുവേട്ടന് തോന്നുന്നതാ. ഒരിക്കലും മനുവേട്ടനിൽ നിന്നോ അച്ഛനിൽ നിന്നോ എന്നൊന്നും അകന്നു പോകാനായിട്ട് എനിക്ക് പറ്റില്ല. എന്റെ കൺകണ്ട ദൈവങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ എന്റെ കൺകണ്ട ദൈവത്തിൽ ഒരാൾ തന്നെയാണ് മനുവേട്ടൻ. മനുവേട്ടൻ കാരണമല്ലേ എനിക്ക് ഇവിടെ വരാനായിട്ട് പറ്റിയത്. കൈതയ്ക്കൽ തറവാട്ടിലേക്ക് മനുവേട്ടനല്ലേ എന്നെ കൊണ്ടുവന്നത്. മനുവേട്ടനോടല്ലേ മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ മനുവേട്ടന് വേണമെങ്കിൽ വിചാരിക്കായിരുന്നു, ഏതോ ഒരു അനാഥാലയത്തിൽ കിടക്കുന്ന പെണ്ണിനെ ഞാൻ എന്തിനെന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും മനുവേട്ടൻ വിചാരിച്ചില്ല. മനുവേട്ടൻ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ലാസ്റ്റ് ഞാൻ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചു അറിയുകയും ചെയ്തു. എന്നിട്ടും ഞാൻ 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 എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല മനുവേട്ട. അറിയേണ്ട ഒരാള് ഇതുവരെ ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും അത് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ. ചിലപ്പം ഇതൊക്കെ മൺമറഞ്ഞു പോകുമായിരിക്കും. എനിക്ക് ഈ അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള ആ ഒരു യോഗം ഇല്ലായിരിക്കും. പക്ഷെ വേണ്ടോളം എനിക്ക് എൻ്റെ അച്ഛൻ സ്നേഹം തരുന്നുണ്ടല്ലോ. ഇനിയാണെങ്കിലും എനിക്ക് അച്ഛാന്ന് വിളിക്കാലോ, ഇനിയാണെങ്കിലും മനുവേട്ടനെ കാണാലോ, എൻ്റെ സഹോദരങ്ങളെ കാണാലോ. അതൊക്കെ മതി. മനുവേട്ടൻ വിഷമിക്കരുത്. മനുവേട്ടൻ ഞാൻ പോകുവാണെന്ന് ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പാടില്ലെന്ന് പറയുമ്പം അതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണോ? ഇത്രയും നാൾ ഇവിടെ നിന്നു, നീ തൊട്ടടുത്തുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പെട്ടെന്ന് നീ കൈവിട്ടു പോകുവാണല്ലോ എന്നൊക്കെ എനിക്കൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആന്നൊക്കെ പറഞ്ഞു. അപ്പൊ അലീന പറഞ്ഞു അതിന് വിഷമിക്കൊന്നും വേണ്ട മനുവേട്ടൻ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് ഇറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ പോകുന്നതിന് മുമ്പ് മുത്തശ്ശിനെ ഒന്ന് കാണണമല്ലോ. വേണ്ട, ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. എനിക്ക് മുത്തശ്ശിനെ ഒന്ന് കാണണം. പിന്നെ എനിക്ക് ജന്മം തന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, പോകുന്നതിന് മുമ്പ് ആ സ്ത്രീയെ കൂടെ എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. വല്ലാത്തൊരു അവസ്ഥയാട്ടോ നമ്മുടെ മനുവിന്. അപ്പൊ മനു അവിടെ ശിവശങ്കര മേനോനും അതുപോലെ നമ്മുടെ ഗംഗാധര മേനോനും ഉണ്ടായിരുന്നേ. അപ്പൊ എന്ത് ചെയ്തു, മനു നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലീനയുടെ കാര്യം ഇങ്ങനെ പറയാണ്. അലീന പോകാൻ തീരുമാനിച്ചു. ഏതായാലും നിങ്ങളുടെ പെങ്ങക്ക് ഇനി സുഖമായിരിക്കുമല്ലോ. കാരണം അലീന പോവുകയാണല്ലോ. ഇനിയിപ്പം ആങ്ങളമാർക്കും വിഷമിക്കേണ്ട. കാരണം പെങ്ങടെ ജീവിതം തകരുമെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. പെങ്ങളെ കൊണ്ടുപോയി നേരെ അങ്ങോട്ടേക്ക് ആക്കാലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല അലീന പോകുവാന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇന്നലെ എന്നല്ല 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ഒരാൾ പോയില്ലേ, അങ്കിള് പോയത് അലീനയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാനാണ്. ആ സ്ഥലത്ത് ചെന്നു. അവിടെ ഇനിയിപ്പം ഏൽപ്പിക്കുന്ന ഒരു താമസമേ ഉള്ളൂ, ഒരു വലിയ വീട്ടിലാണെന്നൊക്കെ അലീന പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഗംഗാധര മേനോന്റെ ശിവശങ്കര മേനോന്റെ കിളി പറന്നു കേട്ടോ. വേറൊന്നുമല്ല, അപ്പൊ തന്നെ നമ്മുടെ ഗംഗാധര മേനോന് മനസ്സിലായി നമ്മുടെ ബാലചന്ദ്രൻ അഡ്രസ് എല്ലാം മേടിച്ചു പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല, പുനലൂരിലേക്കാണ്. പുനലൂരിൽ നിന്നും കൊളുത്തുപുഴയ്ക്ക് ആയിരിക്കാം നമ്മുടെ ബാലചന്ദ്രൻ പോയത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും ബോധവും റിട്ടയർഡ് കേണലായ നമ്മുടെ ഗംഗാധര മേനോനുണ്ട്. ഇങ്ങനെ മനു അങ്ങ് മാറിപ്പോയി. നിങ്ങൾക്ക് സമാധാനം ആയല്ലോ, എല്ലാവർക്കും സമാധാനം ആയല്ലോ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗാധര മേനോൻ പറഞ്ഞു, അല്ല ഈ സേഫ് ആയിട്ടുള്ള സ്ഥലമെന്ന് ഈ പറയുന്ന ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് എവിടെയാ എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എവിടെയാ ഗംഗേട്ട, എവിടെ ആയിരിക്കും? വേറെ എവിടെയല്ല, അവളുടെ അച്ഛൻ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും അയാള് ബാലൻ സ്റ്റാൻലിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. മിക്കവാറും കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക്, അലീനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോണത് എന്ന് അയാൾ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ അത് സത്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പോയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇനി എന്ത് ചെയ്യും ഗംഗേട്ട? നമ്മള് ഇനിയിപ്പം സ്റ്റാൻലി ഇതൊക്കെ അറിഞ്ഞാല്, അയാള് ഇവിടെ വന്നു കഴിഞ്ഞാല് ആകെപ്പാടം മൊത്തം എനിക്ക്
അയ്യോ ഇനിയിപ്പൊ എന്താ ഗംഗേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം ഇനി എന്ത് ചെയ്യാനാ, വരുന്നത് വഴിക്ക് വെച്ച് കാണുക, അല്ലാതെ ഇതിന് വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് സ്റ്റാൻലിയോട് ചെന്ന് പറയാൻ പറ്റുമോ? സ്റ്റാൻലി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് നമുക്ക് അലീനയോട് ചെന്ന് പറയാൻ പറ്റുമോ? അലീനെ പോകരുത് എന്ന്? ഇതൊന്നും നടപടിയുള്ള കേസല്ല. മനു പറഞ്ഞിട്ട് പോലും, അതുപോലെ ബാലൻ പറഞ്ഞിട്ട് പോലും അലീന ഇവിടുന്ന് പോകുമെന്ന് ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുക. അതുപോലെ തന്നെ വൈജ അലീന അവിടുന്ന് പോകാതെ അങ്ങോട്ടേക്ക് കാല് കുത്തില്ലെന്നുള്ള ഉറച്ചൊരു തീരുമാനം എടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോ എന്തായി തീരുന്ന എനിക്കറിയില്ല. ഏതായാലും വരുന്നത് വഴിക്ക് വെച്ച് തന്നെ കാണാം. അത് യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും വരുന്നത് വഴിക്ക് വെച്ച് തന്നെ കാണാം എന്ന് തന്നെ നമ്മുടെ ഗംഗാധര മേനോൻ ശിവശങ്കര മേനോനോട് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അലീന വിളമ്പുന്നു, ഭവിതയും ഒക്കെ വിളമ്പുന്നുണ്ട്, കൃഷ്ണമോളുണ്ട്, രോഹിത്തുണ്ട്, ബാലചന്ദ്രനുണ്ട്. അപ്പൊ ആഹാരം കഴിക്കാനായിട്ട് ഒരുമിച്ചിരിക്കുന്നു, ആഹാരം കഴിക്കുന്നു. അവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അലീന പോകുന്നതിന്റെ സങ്കടമാണ് എല്ലാത്തിനും. അങ്ങനെ അലീനയെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാനാണ് ഞാൻ പോകുന്നത് എന്നും മക്കളോട് പറയാ. അതിനുവേണ്ടിയാണ് ഞാൻ 2 ദിവസം ഇവിടുന്ന് മാറി നിന്നത്. അപ്പൊ അലീന ചേച്ചിനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അതിപ്പോ നിർബന്ധമാണ്, അച്ഛൻ എന്തിനാ അങ്ങനെ ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതെന്ന് പറഞ്ഞപ്പം എനിക്ക് ഇവള് പോണെന്ന് ഒരാഗ്രഹവും ഇല്ല. ഞാൻ ഇവള് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇവക്ക് പോയേ പറ്റൂ, ഇവക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ വേറെ ആരാ മക്കളെ ഇവക്ക് ജോലി മേടിച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും കൃഷ്ണമോള് പറഞ്ഞു, എനിക്കറിയാം അലീന ചേച്ചി ഇവിടുന്ന് പോകും, അലീന ചേച്ചി ഇവിടുന്ന് പോയിട്ട് പതുക്കെ പതുക്കെ ഞങ്ങളെയൊക്കെ മറക്കുകയും ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? അതും കൃഷ്ണെ നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? നിങ്ങളെയൊക്കെ മറക്കാൻ എനിക്ക് പറ്റുമോ? ഒരിക്കലും ഞാൻ ഇവിടുന്ന് ബന്ധം ഉപേക്ഷിച്ച് പോവുമോ അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കിയിട്ട് പോവുമൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് പോകുന്നത് ജോലിക്ക് വേണ്ടിയല്ലേ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങോട്ട് വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബബിത പറഞ്ഞു, പിന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോകും, അലീന ചേച്ചി അവിടെയുള്ളവരുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടും. പക്ഷെ ഞങ്ങൾക്ക് വേറെ ആരുമായിട്ട് പൊരുത്തപ്പെടാനോ മറക്കാനോ ഒന്നും പറ്റില്ല. അലീന ചേച്ചി അവിടെ ചെല്ലും, അവിടെ ഉള്ളവരുമായിട്ട് പൊരുത്തപ്പെടും. പിന്നെ അലീന ചേച്ചി ഞങ്ങളെ ഓർക്കുക കൂടിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അലീന, എന്താ ബബിത നീ പറയുന്നത്? നിങ്ങളെ ഓർക്കില്ലെന്നോ? നിന്നെയും ഇവിടത്തെ കൃഷ്ണയും രോഹിത്തിനെയൊക്കെ ഓർക്കാതെ പിന്നെ ഞാൻ ആരെയാ ഓർക്കണത്? നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ലേ, കൂടപ്പിറപ്പല്ലേ, എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ. ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. ഒരിക്കലും അലീന ചേച്ചി നിങ്ങളെ വിട്ട് പോകുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അച്ഛൻ തകർന്നു നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ അച്ഛനെ ചേർത്ത് പിടിക്കണം. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നതെല്ലാം കേട്ട് അതനുസരിച്ച് അതുപോലെ ഈ വീടൊക്കെ നോക്കി അച്ഛനെ അമ്മയെ ഒരുമിപ്പിക്കാനൊക്കെ നോക്കുക ചെയ്യേണ്ടത്, ഇനി വേറൊന്നുമല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീന ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അലീന ഭയങ്കരമായിട്ട് എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ തീയുടെ പുകയും കൂടാരങ്ങളും ഒക്കെയാണ്. ഏതായാലും നാളെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം അവസാനിക്കുന്നത്. ഈ പറയുന്ന രോഹിത്തിന് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന പോകുമ്പോൾ പൊട്ടി. ഞാൻ ഇപ്പൊ പറയുന്നില്ല, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും അലീന അവിടുന്ന് പടി ഇറങ്ങുന്ന സീൻ കാത്തിരിക്കുകയാണ് എല്ലാവരും. എനിക്കറിയാം അലീന ബാലചന്ദ്രനെ വിട്ടു പോകുവോ, ആ കുടുംബം വിട്ടു പോകുവോ, സ്റ്റാൻലിയുടെ അടുത്ത് എത്തുവോ, ബാക്കി കഥകളൊക്കെ അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഞാനൊരു വഴി പറഞ്ഞുതരാം. നമ്മൾ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്, അപ്കമിങ് ശേഷം റിയൽ സ്റ്റോറി നോവിലാണ്. അപ്പൊ അതിൽ സ്റ്റാൻലിയുടെ അടുത്തൊക്കെ ചെന്ന് കുറെ, അതായത് ഒരു 1-2 ആഴ്ചയൊക്കെ ആയി സ്റ്റാൻലിയുടെ അടുത്ത് ചെന്ന് അലീന അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന കഥയൊക്കെയാണ് അതിൽ ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കഥയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. എന്നും ഉച്ചയ്ക്ക് ഒരു 2:40 2:50 ഒക്കെ ഇടയ്ക്ക് ഞാൻ അപ്കമിങ് ശേഷം ഇടാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. ലൈക്കിലൂടെയും കമന്റ്സിലൂടെയും ഒക്കെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് ഇത്രയും ഒരു സപ്പോർട്ട് തരുന്നതിന്. അപ്പം ഞാൻ നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കൂടെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.